ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. യൂട്യൂബ് ചാനലായ ബട്ടർഫ്ലൈയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു കറ്റാർവാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണ്. മുഖസൗന്ദര്യത്തിനും മുടിക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന കുമാരി എന്നറിയപ്പെടുന്ന ഒരു വാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാനും പറയാൻ ആഗ്രഹിക്കുന്നു. കാറ്റസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. നമ്മൾക്ക് അധികം ജോലിഭാരം ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത് കൃഷി ചെയ്യാവുന്നതാണ്. ഗ്രോ ബാഗ് അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയൊക്കെ ഉണ്ടാവില്ലേ, ചെടി അതിലൊക്കെ നമുക്ക് കുറച്ച് മണ്ണ്, കുറച്ച് എല്ലുപൊടി, ചകിരിപ്പൊടി, കൂടാണ്ട് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് അതിനകത്ത് കുറച്ച് നനച്ച് വെച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്കതിൻ്റെ ബേബീസൊക്കെ ഉണ്ടാവും. ബേബീസിനെ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിന് ചെടി നടുമ്പോൾ കുറച്ച് മണ്ണ് പൊക്കിയിട്ട് വേണം വെക്കാൻ, കുറേ ആഴത്തിലേക്ക് വെക്കരുത്. പൊക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബേബീസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് എന്നാണ് നമുക്ക് ഇത് പൊട്ടിക്കാറായി അല്ലെ പറിക്കാറായി എന്നറിയപ്പെടുമ്പോൾ നമ്മുടെ പോളകളെല്ലാം ഇങ്ങനെ വിടർന്ന് അതിനോടൊപ്പം തന്നെ ബേബീസ് പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ ബേബീസ് വരുമ്പോൾ തന്നെ നമുക്ക് ബേബീസിനെ പറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അമ്മയ്ക്കത് ഗുണം ചെയ്യില്ല. അപ്പം ഇത് നമുക്ക് വിപണിയിൽ കൊടുക്കാം. ഞാൻ കൊടുക്കാറുണ്ട്. വിപണിയിലൊക്കെ നല്ല വിലയുള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ കുമാരി എന്ന ഈ കറ്റാർവാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയുന്നവർ എല്ലാവരും ഈ കൃഷി രീതി ഒന്ന് ചെയ്യുക. വളരെ നിസ്സാരമായി കുറച്ച് സമയം മാത്രം നമ്മൾ അതിന് വേണ്ടി ചിലവഴിച്ചാൽ മതി. നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ചെയ്താൽ എല്ലാവർക്കും നല്ലൊരു വിളവെടുപ്പ് തന്നെ നമുക്ക് നടത്താമെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബേബീസ് വരുമ്പോഴാണ് നമ്മൾ കറ്റാർവാഴപ്പോള നമ്മൾ പറിക്കാറായി എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. വിപണിയിലൊക്കെ എൻ്റെ ഒരു വാഴ പോളയ്ക്ക് തന്നെ നല്ലൊരു വിലയുണ്ട്. കിലോയ്ക്ക് ഏകദേശം 35-40 റേഞ്ചിലാണ് വില. നമ്മൾ കൊണ്ടേ കൊടുക്കുമ്പം അത്രയധികം വില നമുക്കൊന്നിനും കിട്ടിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഏതൊരു വസ്തുവും നമ്മൾ നേരിട്ട് വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും നമുക്ക് കിട്ടൂലല്ലോ. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് സ്ഥലമില്ലാത്തവർക്ക് പോലും നമുക്ക് ഗ്രോ ബാഗിൽ അത് കൃഷി ചെയ്യാം. അതിന് വലിയ ചിലവൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ കുറച്ച് പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുക, ചെടിക്കും പച്ചക്കറിക്കൊക്കെ നിറയ്ക്കുന്ന അതേപോലെ തന്നെ നിറയ്ക്കുക. പിന്നെ ഇതൊരു കാറ്റസ് വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ഫുൾ വെള്ളം കണ്ടൻ്റ് ആണല്ലോ അതിനകത്ത്. അപ്പോൾ എല്ലാവരും ഈ കൃഷി രീതി ഒന്ന് ചെയ്യുക. നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ കറ്റാർവാഴ ഇല്ലാത്തൊരു വീടുകളില്ലയെന്ന് വേണേൽ പറയാം. നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു തണ്ടെടുക്കാനും അത് നമുക്ക് പ്രയോജനപ്പെടുത്താനും നമുക്ക് സാധിക്കും. അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അധികം ജോലിഭാരമൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കറ്റാർവാഴ. നമ്മൾ ഏകദേശം അതിന് എല്ലാ ദിവസവും വെള്ളം കൊടുത്ത് അതിൻ്റെ അടുത്ത് പോയി ബുദ്ധിമുട്ടുന്ന കാര്യമില്ല. കാറ്റസ് വിഭാഗമായതുകൊണ്ട് അതിനകത്ത് എപ്പോഴും വെള്ളം കണ്ടൻ്റ് ആയതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇത്തിരി വെള്ളം കൊടുത്തേച്ചാൽ മതി. അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് ഒരുപാട് ബേബീസും ഉണ്ടാവും. നമുക്കങ്ങനെ അതിനെ മാറ്റി നടുകയും ചെയ്യാം. അപ്പോൾ ഇത് മാറ്റി നടുമ്പോൾ തന്നെ നമ്മൾ ഗ്രോ ബാഗിനകത്ത് കുറച്ച് മണ്ണിലേക്ക് അധികം ഇറക്കി വെക്കാണ്ട് കുറച്ച് പൊക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് ബേബീസ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഹലോ സുഹൃത്തുക്കളെ, നമ്മളുടെ അടിപൊളി കറ്റാർവാഴകൾ കണ്ടോ? എല്ലാവരും നല്ലൊരു കൃഷി ചെയ്താൽ നല്ലൊരു ഉപകാരപ്രദമായ ഒരു ആയുർവേദ മരുന്നും കൂടിയാണ് നമ്മളുടെ കറ്റാർവാഴ. ഞാൻ ഗ്രോ ബാഗിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ തരിക. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, താങ്ക് യു.